സ്വാഗതം. ബാലഗോപാലനെതിരെ മുദ്രാവാക്യം വിളിച്ച ഭാര്യ ആശ. ധനകാര്യ വകുപ്പിനെതിരെ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലായിരുന്നു ധനകാര്യമന്ത്രിക്കെതിരെ ഭാര്യ തന്നെ ഗതികെട്ട് രംഗത്തിറങ്ങിയത്. എയ്ഡഡ് മേഖലയിലെ സ്ഥാപന മേലധികാരികളുടെ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ പദവി എടുത്തു കളഞ്ഞ് ധനകാര്യ വകുപ്പ് പുറത്തിറങ്ങിയ ഉത്തരവിനെതിരെ ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിലാണ് ബാലഗോപാലന്റെ ഭാര്യ പങ്കെടുത്തത്. അധ്യാപകരുടെ സംഘടനയാണ് ഫെസ്റ്റോ. മാർച്ചിൽ ധനകാര്യ വകുപ്പിനെതിരെ ആശ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. ചാർജ് കൊടുക്കുന്നത് തീർച്ചയായും അടുത്ത് ഈ ദീർഘകാലയളവിൽ പോകുന്നത് കൊണ്ട് അവരുടെ DDO ചുമതല മൊത്തം ആളുകളുടെ, സാധാരണ നമ്മുടെ മലയാളത്തിൽ പറയാറുണ്ട് എലിയെ പേടിച്ച് ഇല്ലും ചുടുക എന്നത്. അതുപോലെയാണ് കുറെ ആളുകള് ചുമതലക്കാരെ ഫുൾ അഡീഷണൽ ചാർജ് കൊടുക്കുകയാണ്. അതുകൊണ്ട് മൊത്തം ആളുകളുടെയും ഇനി ഈ ഫുൾ അഡീഷണൽ ചാർജ് കൊടുത്തവരുടെ സ്ഥിതി എന്താ? അവരുടെ ശമ്പള ബില്ല് ഒപ്പിടുന്നത് ഈ ഓഫീസുകളിൽ നിന്നാണ്. AEO, DEO, RDD ഓഫീസുകളിൽ നിന്നാണ്. ഈ ഫുൾ അഡീഷണൽ ചാർജുള്ള സ്ഥാപനങ്ങളിലെ ശമ്പള ബില്ലുകളും മറ്റ് ബില്ലുകളും കൗണ്ട് ഓഫ് ചെയ്തിട്ടാണ്. വിദൂര ഈ പറഞ്ഞ പാർട്ട് ടൈം കോഴ്സ്, സർക്കാർ ജീവനക്കാർക്ക് പാർട്ട് ടൈം കോഴ്സ് ചേരുന്നതിന് വേണ്ടി കിലോമീറ്റർ തീരുമാനിച്ചു. എന്താ കിലോമീറ്റർ? എല്ലാവരും ഓഫീസ് സമയത്ത് പുറത്തു പോകും, കോഴ്സിന് പഠിക്കാൻ പോകും. അപ്പൊ ഒരു ഉദ്യോഗസ്ഥന് ഒരു വെളിപാടുണ്ടായി, ഈ പുറത്ത് ജോലി സമയത്ത് പുറത്തു പോകുന്ന ഉദ്യോഗസ്ഥനെ എങ്ങനെ പിടിക്കാം, പാർട്ട് ടൈം കോഴ്സിന് പോകുന്ന ജീവനക്കാരനെ എങ്ങനെ പിടിക്കാം? റൂൾസിലെ ഉത്തരവ് വന്നു. എന്താ ഉത്തരവ്? 30 കിലോമീറ്ററിനുള്ളില് പോയാൽ മതി, അതിനപ്പുറം പോകാൻ പാടില്ല. എന്നിട്ട് എന്തുകൂടി പറഞ്ഞു അറിയൂ? പറഞ്ഞതെന്താണെന്നറിയൂ? വിദൂര വിദ്യാഭ്യാസമാണെങ്കിൽ പോലും 30 കിലോമീറ്ററിനുള്ളിലായിരിക്കണം. നമ്മുടെ നാട്ടിലെ കുട്ടികളും നമ്മളും കാനഡയിൽ പോയിട്ടും USA പോയിട്ടും UK പോയിട്ടും പഠിക്കുന്നത് അവിടുന്നുള്ള വിദൂര വിദ്യാഭ്യാസം ഇവിടെ നടത്തുന്നത്. പല തരത്തിലും ആളുകൾ രാജ്യാതിർത്തി വിട്ടുകൊണ്ട് വിദ്യാഭ്യാസം 30 കിലോമീറ്ററിന് അപ്പുറം പോകാൻ പാടില്ല. ഇത് പരിശോധിച്ചു. നമ്മൾ ഇതുപോലെ പ്രതിഷേധം നടത്തി, നിവേദനം കൊടുത്തു. ഇപ്പൊ പരിശോധിച്ചു, അത് വിവരക്കേടനായിരുന്നു ആ ഉത്തരവ് എന്ന് പറഞ്ഞ് ഇപ്പൊ തിരുത്തി, ആ ഉത്തരവ് തിരുത്തി. അതിന് മുന്നേ മറ്റൊരു ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് എന്താ ഉത്തരവ്?